ഇന്നത്തെ റെസിപ്പി മീനില്ലാതെ മീൻകറി പോലെ കോവയ്ക്ക വെച്ചെടുത്ത ഒരു കറിയാണ്. ഈ നോയമ്പ് സമയത്ത് ഈ കറിയൊക്കെ നമുക്ക് ചോറിനാൻ നല്ല ടേസ്റ്റായിരിക്കും. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോവയ്ക്ക വെച്ച് മീൻകറി രുചിയിൽ മീനില്ലാതെയുള്ള കറി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. ഞാൻ അതിനായിട്ടൊരു 1/4 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. കോവയ്ക്ക നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ചിലതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. കോവയ്ക്ക കറി വെക്കുന്നതിന് നമ്മളൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി ചുമന്നുള്ളി കീറിയെടുത്തിട്ടുണ്ട്, നമുക്കതിട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. നമ്മൾ അരിഞ്ഞെടുത്ത കോവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്ത് ഈ കോവയ്ക്ക ഒന്ന് വഴന്ന്, ടൊമാറ്റോയും ഒക്കെ ഒന്ന് വഴന്ന്, അതുപോലെ ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ചെറുതീയിൽ ഇത് വഴറ്റാനായിട്ടിടാം. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. കോവയ്ക്ക വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കണം. മീൻകറി പോലെ വെക്കുകയല്ലേ, ഒരു ചെറിയ കഷ്ണം വെള്ളത്തിൽ അലിയിപ്പിച്ച് വെച്ചതാണ്. അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ടൊമാറ്റോയും ഇട്ടിട്ടുണ്ട്. മീൻകറിക്ക് നമ്മൾ ടൊമാറ്റോ ചേർക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ കഷ്ണം പുളി കട്ട് ചെയ്തിട്ടത്. തിളച്ച് വരുന്ന ഈ കോവയ്ക്കയിലേക്ക് അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ആ മിക്സി കഴുകിയ വെള്ളവും കൂടെ, അരപ്പെല്ലാം കൂടെ കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരപ്പിനകത്ത് നമുക്ക് കോവയ്ക്ക ഒന്ന് വെന്ത് കിട്ടണം. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ കുറുകയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇരുന്നാൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഷ്ണമൊക്കെ ഒന്ന് വേകുന്നിടം വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തിളച്ച് വന്ന ഈ കോവയ്ക്ക കറിയിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻകറിയുടെ നല്ല മണമൊക്കെ ഉണ്ട്. ഈ നോയമ്പ് സമയത്ത് ഇതുപോലത്തെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ ഉണ്ണാനായിട്ട് നല്ലതായിരിക്കും. ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ആ കോവയ്ക്ക ഒന്നും കൂടി ഒന്ന് വേകുന്നിടം വരെ അടച്ചു കൊടുക്കാം. നമുക്ക് കറി ഒന്ന് നോക്കാം. നന്നായിട്ട് കുറുകി കോവയ്ക്കയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന്. ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പും പുളിയും മീൻകറി കഴിക്കുന്ന പോലെ തന്നെയുണ്ട്. നമുക്കിതിനൊന്ന് താളിച്ചും കൂടെ കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുത്താണ് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.